നിയമസഭാ തെരഞ്ഞെടുപ്പ് പോര് മുറുകുന്നതിനിടെ പേരാമ്പ്രയിൽ ആളിക്കത്തി അനൗൺസ്മെന്റ് വിവാദവും സമുദായത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കലും വീട്ടിലെത്തി സമുദായത്തിന്റെ പേരിൽ വോട്ട് തേടിയെന്ന പരാതിയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി. വീട്ടിലെത്തി സമുദായത്തിന്റെ പേരിൽ വോട്ട് തേടിയെന്ന 3 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. വിഷയത്തിൽ ഫാത്തിമ തഹ്ലിയ പ്രതികരിച്ചിട്ടില്ല. LDF അനൗൺസ്മെന്റിൽ സമുദായത്തിന്റെ പേര് സൂചിപ്പിച്ച് വോട്ട് തേടിയെന്ന വിവാദത്തിൽ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് നേരത്തെ നോട്ടീസ് ലഭിച്ചിരുന്നു. മാധ്യമ സാന്നിധ്യത്തെ തുടർന്ന് വെൽഫെയർ പാർട്ടി വിളിച്ചു ചേർത്ത തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്നും ഫാത്തിമ തഹ്ലിയ വീണ്ടും വിട്ടുനിന്നതും ചർച്ചയായിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോഴിതാ ജാതി ചൊല്ലിയുള്ള അല്ലെങ്കിൽ സമുദായം ചൊല്ലിയുള്ള വോട്ട് ചോദിക്കൽ ഇപ്പോൾ എല്ലാ പാർട്ടികളിലും സജീവമായിരിക്കുമെന്ന് തന്നെ വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുഴങ്ങി കേൾക്കുന്നത്. കൗമിലെ കുട്ടി എന്ന പേരിൽ അല്ലെങ്കിൽ മുസ്ലിം കുട്ടിയായ ഫാത്തിമയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് വീടുകൾ തോറി സ്വകാര്യ സന്ദർശനങ്ങളിലും മറ്റും ലീഗ് പ്രവർത്തകർ പറയുന്നു എന്ന് ആരോപിച്ചാണ് TP രാമകൃഷ്ണന്റെ പ്രചരണ വാഹനത്തിൽ നിന്നും അത്തരമൊരു അനൗൺസ്മെന്റ് പുറത്തേക്ക് വന്നത്. ഇതേ ചൊല്ലി ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഫാത്തിമ തഹ്ലിയയുടെ മുന്നണി UDF അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും ഒക്കെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ TP രാമകൃഷ്ണന് LDF സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഇക്കാര്യത്തിൽ സംബന്ധിച്ച വിശദീകരണം നൽകണമെന്ന്. പക്ഷേ ഇക്കാര്യത്തെ പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടോ കൊള്ളുന്ന നിലപാടോ LDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ശ്രദ്ധേയം. താൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തയ്യാറാക്കിയ ശബ്ദരേഖകൾ തന്റെ പക്കലുണ്ട്. അത്തരമൊരു ശബ്ദരേഖയിൽ ഇത്തരമൊരു കാര്യം ഒരിടത്തും ചൂണ്ടിക്കാട്ടിയില്ല എന്നും ഇത്തരത്തിലൊരു പ്രചാരണം തങ്ങളുടെ ഭാഗത്തുനിന്നും നടത്തേണ്ട ആവശ്യമില്ലെന്നുമാണ് TP രാമകൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ ജീപ്പ് തങ്ങളുടേതല്ലെന്ന് തള്ളിപ്പറയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് 3 സ്വകാര്യ വ്യക്തികളുടെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ലഭിച്ചിരിക്കുന്നത്. തങ്ങളുടെ വീടുകളിൽ എത്തി മതത്തിന്റെ പേരിൽ ഫാത്തിമ തഹ്ലിയയുടെ ആളുകൾ അല്ലെങ്കിൽ ഫാത്തിമ തഹ്ലിയും വോട്ട് തേടുന്നു എന്ന പരാതിയാണ് അവിടെ നൽകിയിരിക്കുന്നത്. അക്കാര്യത്തിൽ ഫാത്തിമ തഹ്ലിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ 2 സ്ഥാനാർത്ഥികളും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വിശദീകരണം നൽകുന്നതെന്ന് കമ്മീഷൻ പരിശോധിക്കും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പരിശോധിക്കുന്നതിനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. അതിനുശേഷമാവും ഇക്കാര്യത്തിലൊരു കൃത്യമായ നടപടിയിലേക്ക് പോവുക. എന്തായാലും വർഗീയ ധ്രുവീകരണം എന്ന ഒറ്റ വിഷയത്തിലേക്ക് പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ് രംഗം മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയായ വെൽഫെയർ പാർട്ടി ഇന്നലെ ഒരു പ്രത്യേക കൺവെൻഷൻ മെസ്സേജ് സെന്റർ എന്ന പാറക്കടവിലെ വെൽഫെയർ പാർട്ടിയുടെ ഒരു സ്ഥലത്ത് ഒരു സാംസ്കാരിക കേന്ദ്രത്തിൽ കൂടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അവർ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥി അടക്കം പങ്കെടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രചാരണ സാമഗ്രികളൊക്കെ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ മാധ്യമങ്ങൾ അവിടേക്ക് എത്തിയതോടുകൂടി സംഘാടകർ തന്നെ ഇതൊരു രഹസ്യമായി അല്ലെങ്കിൽ അത്ര അധികം പുറത്തറിഞ്ഞ് നടത്തുന്ന ഒരു പരിപാടി അല്ലെന്ന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. തുടർന്ന് പിന്നീട് ഫാത്തിമ തഹ്ലിയ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തില്ല. അവർ ആരോഗ്യ നിലയിൽ ചില പ്രശ്നങ്ങളുള്ളതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന വിവരമാണ് നൽകിയത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളടക്കം ഇക്കാര്യം വളരെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം ഒരു UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വെൽഫെയർ പാർട്ടി ഇതിനെ വിളിച്ചു ചേർക്കുകയും ആളുകളുടെ ഒരു സാന്നിധ്യം ഉണ്ടായതുകൂടി അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടായതുകൂടി UDF സ്ഥാനാർത്ഥി അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക എന്നത് എന്തായാലും ഇതടക്കമുള്ള നിരവധി വിഷയങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായുള്ളത്. വരും ദിനങ്ങളിലും ഇത്തരം ആരോപണങ്ങളും ഒക്കെ തുടരുക തന്നെ ചെയ്യുന്ന സാഹചര്യമാണ് പേരാമ്പ്രയിലുള്ളത്. ശരി, MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.